ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ കണ്ണപ്പ നായനാരുടെ കഥയിലേക്ക് നാം കടക്കുകയാണ്. ഋഷിമാർ അഗസ്ത്യ മഹാമുനിയോട് ഇപ്രകാരം ചോദിച്ചു: താഴ്ന്ന കുലത്തിൽ ജനിച്ച കാട്ടാളൻ എങ്ങനെ തൻ്റെ കണ്ണുകൾ ശിവന് അർപ്പിക്കാനിടയായി? എങ്ങനെ ശംഭുപ്രസാദത്തിലൂടെ സംസാരബന്ധങ്ങൾ നീങ്ങി യോഗികൾക്ക് പോലും അപ്രാപ്യമായ മുക്തിപദം നേടി? മഹർഷി, ആ കഥ ദയവ് ചെയ്ത് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അഗസ്ത്യർ പറഞ്ഞു: ദക്ഷിണ ദിക്കിൽ ഒരു വലിയ പർവ്വതനിരയുടെ താഴ്വാരത്തിൽ പൊത്താപ്പി എന്നൊരു സ്ഥലമുണ്ട്. പൊത്താപ്പി എന്നുള്ളത് ഇന്നത്തെ കടപ്പ ജില്ലയിലെ ദേശം എന്ന സ്ഥലമാണ്. അവിടെ ഫലഭൂയിഷ്ടമായ ഒരു നാടുണ്ട്. ധാതുദ്രവ്യങ്ങൾ നിറഞ്ഞതും തഴച്ചു വളർന്നു നിൽക്കുന്ന വൃക്ഷലതാദികൾ കൊണ്ട് നിബിഡവും വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രവുമാണ് ആ നാട്. അവിടെ ചുറ്റിനും കാട്ടാനകളുടെ കൊമ്പുകൾ കൊണ്ടുണ്ടാക്കിയ വേലി കെട്ടി സംരക്ഷിക്കപ്പെട്ട ഉടപ്പൂർ എന്ന പുരാതനമായൊരു ഗ്രാമം ഉണ്ട്. ആ ഗ്രാമത്തിൽ താമസിച്ചിരുന്നവരെല്ലാം ബലിഷ്ഠന്മാരായ കാട്ടാളന്മാരായിരുന്നു. അവർ നിഷ്ഠൂരന്മാരുമായിരുന്നു. വേട്ടയാടി കിട്ടുന്ന ഭക്ഷണമാണ് അവർ കഴിച്ചിരുന്നത്. മാത്രമല്ല, അയൽപ്രദേശങ്ങളിൽ പോയി പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുവരികയും അവരുടെ പതിവായിരുന്നു. ഈ വേദകുലത്തിൻ്റെ അധിപനായിരുന്നു നാഗൻ. പുണ്യസഞ്ചയം ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ ജനനവും പരിതസ്ഥിതികളും കാരണം നാഗൻ നിഷ്ഠൂരതയിലും ഭോഗങ്ങളിലും മുഴുകി ജീവിച്ചു. ഒരു രൗദ്രസിംഹത്തെ പോലെ ജീവിതം നയിക്കുകയാണ് അയാൾ ചെയ്തത്. നാഗൻ വിവാഹിതയായി. അയാളുടെ ഭാര്യ തത്തൈ എന്ന കാട്ടാളത്തിയായിരുന്നു. എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. ആ രംഗം ചേക്കിഴാർ ഇങ്ങനെ വർണ്ണിക്കുന്നു: അരുംപെറൽ മറവർ തായ്താൻതൊഴിൽ കുടിയിൽ വந்தாள் ഇരുമ്പുലി ഏറ്റുത്താലിടൈടൈ നെവുകോത്തു പെരുമ്പുറം അലൈപൂണ്ടാൾ പിലിയും കഴയും തടച്ച് ഉരുമ്പുറ പടലൈ മച്ചിച്ചോർ അരിപ്പണവും പോൽ വാൾ. ആനക്കൊമ്പ്, തേൻ, രത്നങ്ങൾ മുതലായ സാധനങ്ങൾ കൊണ്ട് ആ വീട് വളരെ സമ്പന്നമായിരുന്നു. വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. നാഗദമ്പതികൾക്ക് കുട്ടികളുണ്ടായില്ല. ഇത് കാരണം അവർ വളരെ ദുഃഖിതരായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയൽപ്രദേശത്തെ ഒരു വൃദ്ധ താപസിനിയെക്കുറിച്ച് കേൾക്കുന്നത്. ആ വൃദ്ധ താപസിനിയുടെ അടുത്ത് ഈ നാഗനും ഭാര്യ തത്തയും ചെല്ലുന്നു. അങ്ങനെ രണ്ടുപേരും ആ വൃദ്ധ താപസിയുടെ കാൽതൊട്ട് വന്ദിച്ച് തങ്ങളുടെ തീരാ ദുഃഖം പറയുന്നു. ഇത്രയും നാളായിട്ട് വാർദ്ധക്യത്തിലേക്ക് കടന്നു, എന്നിട്ടും കുട്ടികളില്ല എന്ന് ആ വൃദ്ധ താപസിയോട് പറഞ്ഞവർ കരയാൻ തുടങ്ങി. വൃദ്ധ താപസി ചില പൂജകൾ ചെയ്യുകയും അവർക്ക് ഭസ്മം കൊടുക്കുകയും ചെയ്തു. അവരോട് പറഞ്ഞു: നമ്മുടെ കുലദൈവമാണല്ലോ വള്ളീദേവിയോടൊത്ത് വാഴുന്ന സുബ്രഹ്മണ്യ ഭഗവാൻ. ആ സുബ്രഹ്മണ്യ ഭഗവാനെയും വള്ളീദേവിയെയും നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ചില പ്രാർത്ഥനാ വിധികളുമെല്ലാം പറഞ്ഞു കൊടുത്തു. അവർ അതനുസരിച്ചുള്ള പൂജകൾ പതിവായി ചെയ്തുകൊണ്ടിരുന്നു. ഏതായാലും അവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് അവർ തിണ്ണൻ എന്ന് പേരിട്ടു. അതോടെ അവർ അങ്ങേറ്റത്തെ സന്തോഷവാന്മാരായി മാറി. അങ്ങനെ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ വളർത്തി. ആ കുഞ്ഞിന് 5 വയസ്സ് ഉള്ളപ്പോൾ നാഗൻ അവനെ സമപ്രായക്കാരോടൊപ്പം കാട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കാട്ടിൽ അവനെ കൂട്ടുകാരോടൊപ്പം പന്നി, കടുവ, ചെന്നായ് മുതലായി തുടങ്ങിയവരുടെ കുട്ടികളെ നായാടാൻ പഠിപ്പിച്ചു. അങ്ങനെ കുറ്റിക്കാടുകളിലും കാട്ടുപ്രദേശങ്ങളിലും തിണ്ണൻ നായാടി
അച്ഛനോടൊപ്പം നായാട്ടിൽ വിദഗ്ധനായി. ഏതാണ്ട് 16 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം ഈ വേധന്മാർ, കാട്ടാളന്മാർ നാഗനെ സമീപിച്ച് ദക്ഷിണദിക്കിൽ നിന്നും കാട്ടുപന്നി, പുലി, കാട്ടുപോത്ത്, കരടി തുടങ്ങിയ വന്യമൃഗങ്ങൾ ശല്യം ചെയ്യുന്നു എന്ന് പരാതിപ്പെട്ടു. അവരെ ആ മൃഗങ്ങളെ കൊന്ന് തങ്ങളെ രക്ഷിക്കണമെന്ന് തങ്ങളുടെ നേതാവായ നാഗനോട് പറഞ്ഞു. പക്ഷേ നാഗൻ പറഞ്ഞു, എനിക്ക് വല്ലാതെ വയസ്സായി കഴിഞ്ഞിരിക്കുന്നു, ഞാൻ എൻ്റെ 16 വയസ്സുള്ള മകനെ അയക്കാം. അങ്ങനെ തിണ്ണനെയും കൂട്ടി അവർ ആ പ്രദേശത്തേക്ക് പോയി. അങ്ങനെ സുവർണമുഖി തീരത്ത്, ഒരു നദിയാണ്, അവർ ആ കാട്ടിലെ സുവർണമുഖി തീരത്ത് എത്തിച്ചേർന്നു. ആ നദിയെയും വർണ്ണിക്കുന്നുണ്ട്, വളരെ മനോഹരമായിട്ടാണ് ചേക്കിഴാർ ആ നദിയെ വർണ്ണിക്കുന്നത്. നമുക്ക് അത് നോക്കാം. ഉരേ ഈ ചെയ്തു വിരൈന്തു ചെല്ലാവർകളും ഉടനെ പോന്തു കരൈവളർ കഴയിൽ മുത്തും കാരകിൽ കരടും ചാന്തും വരൈത്തരുമണിയും പൊന്നും വൈരവും പുളിനന്തോറും തിരൈകൾ മുൻ തിരട്ടി വയ്ത്ത തിരുമുകിലൈ അണൈച്ചാർந்தாർ. അങ്ങനെ ആ നദിയിൽ അനേകം സമ്പത്തുകളും മുത്തും പവിഴവും അതേപോലെയൊക്കെയുള്ള ഒരുപാട് സമ്പത്തുക്കൾ നിറഞ്ഞ നദിയായിരുന്നു അത്. സുവർണമുഖരി എന്ന നദിയിൽ കുളിച്ച് ആ പുണ്യ നദിയുടെ തിരമാലകളിൽ തട്ടി വരുന്ന കാറ്റേറ്റ് ഈ തിണ്ണൻ വളരെയേറെ സന്തോഷിച്ചു. അങ്ങനെ അവർ നദീതീരത്തുള്ള വൃക്ഷങ്ങളിൽ നിന്ന് പറിച്ച പഴങ്ങൾ തിന്ന് അവർ ക്ഷീണമകറ്റി. അതിനുശേഷം കാട്ടുപന്നിയെ വേവിക്കാൻ അവർ ഒരു കാട്ടുപന്നിയെ കൊന്നു. എന്നിട്ട് അതിൻ്റെ ഭക്ഷണമെടുത്ത് വേവിച്ച് കഴിക്കുന്നു, അതിൻ്റെ മാംസമെടുത്ത് വേവിച്ച് കഴിക്കുന്നു. പിന്നെ അവർ നേരെ ശ്രീകാളഹസ്തി എന്ന പർവ്വതത്തിൻ്റെ താഴ്വാരത്തിലെ ശിഖരത്തിന് മുകളിൽ നിന്ന് അവർ ഒരു ദിവ്യ സംഗീതം കേട്ടു. ആ ദിവ്യ സംഗീതത്തിലെ അടുത്തേക്ക് നമ്മുടെ തിണ്ണനും തിണ്ണൻ്റെ 2 കൂട്ടുകാരായ കാടനും നാണനും, അങ്ങനെ 3 പേരും കൂടെ ആ ശിഖരത്തിൻ്റെ മുകളിൽ കയറി. അവിടെ ഫലങ്ങൾ നിറഞ്ഞ ഒരു വില്ലുമരവും അതിൻ്റെ ചുവട്ടിൽ ദിവ്യമായ ഒരു സ്വയംഭൂലിംഗവും തിണ്ണൻ കണ്ടു. തിണ്ണൻ എല്ലൊരുക്കുന്ന ദിവ്യപ്രേമത്തോടെ ആ ലിംഗത്തിനെ കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്തു. ഏതോ അവാച്യമായ മുൻജന്മ സുഹൃതം കൊണ്ടാണ് ആ കാട്ടാളൻ ഈ ലിംഗത്തെ കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്തത്. മൂർധാവിൽ ചുംബിച്ചു. തിണ്ണൻ്റെ ശരീരം മുഴുവനും രോമാഞ്ചം കൊണ്ടു. നയനങ്ങളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. അപാര പ്രേമത്തോടെ ഭഗവാനെ നോക്കിക്കൊണ്ട് നിന്ന് തിണ്ണൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം കണ്ണുകൾ വഴി ഭഗവാനെ തങ്ങളിലേക്ക് ആവാഹിച്ചു. അങ്ങയെ അറിയാതെ കഴിഞ്ഞുപോയ എൻ്റെ ജീവിതം വെറുതെ ആയല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഭഗവാനെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് തിണ്ണൻ ലിംഗത്തിന് മുകളിലും ചുറ്റും കിടക്കുന്ന ജലവും പൂക്കളും ഇലകളിലും കണ്ടത്. ഈ അപരാധം ആരായിരിക്കും ചെയ്തത് എന്ന് നാണനോട് അന്വേഷിച്ചു. നാണൻ പറഞ്ഞു, ഞാനിവിടെ നിൻ്റെ അച്ഛൻ്റെ കൂടെ നായാട്ടിന് വന്നപ്പോൾ മുതൽ ഇവിടെ ഒരു ബ്രാഹ്മണൻ വന്ന് പൂജിക്കുന്നുണ്ട്. അയാൾ ഈ ഇലയും പുഷ്പങ്ങളും കൊണ്ടാണ് പൂജിക്കുന്നത്. എന്നിട്ട് ചോറുള്ള കൊടുക്കുന്നു. എന്നിട്ട് അയാളത് വീണ്ടും എടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നു. ഇങ്ങനെയുള്ള പൂജകൾ ഞാൻ ദിവസവും കാണാറുണ്ട്. സുഹൃത്തിൻ്റെ വാക്കുകൾ കേട്ട് ഒരു മന്ദഹാസത്തോടെ തിണ്ണൻ പറഞ്ഞു, വനേചരന്മാരായ നമ്മുടെ കുലദൈവമാണിത്. നമ്മുടെ മലയിലെ കാട്ടിലാണ് ഈ ദേവനിരിക്കുന്നത് എന്ന് തന്നെ അതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. അപ്പോൾ നമ്മുടെ കുലദൈവമാണ് ഈ കാട്ടിലിരിക്കുന്ന ശിവലിംഗം. ശിവൻ ശരിക്കും നായാടി നായകൻ എന്നാണ് പറയുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ചില കവിതകളിൽ, ശിവസ്തുതികളിൽ നമുക്കത് കാണാം. അദ്ദേഹം ശിവനെ സംബോധന ചെയ്യുന്നത് നായാടി നായകൻ എന്നെ തുണയ്ക്കുമല്ലോ എന്നാണ്. നായാടികളുടെ നായകനാണ് ശിവൻ. ശിവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്.
അതിലൊന്ന് ഈ നായാടി നായകൻ. അതുതന്നെയാണ് ഇവിടെ തിണ്ണനും പറയുന്നത്. ഇദ്ദേഹത്തെ പൂജിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണെന്ന് പറഞ്ഞു. ആ സമയം അദ്ദേഹം പന്നിമാംസം, നേരത്തെ വേട്ടയാടിക്കൊണ്ടുവന്നിരുന്ന പന്നിമാംസം, അതിൻ്റെ ഒരു ഭാഗം കടിച്ചു നോക്കിയപ്പോൾ നല്ല സ്വാദുണ്ട്. അത് ഭഗവാന്റെ വായിൽ വെച്ച് കൊടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ വായിൽ വെള്ളം എടുത്തുകൊണ്ട്, നദിയിലെ വെള്ളം എടുത്തുകൊണ്ട് വന്ന്, പാത്രമൊന്നും അവിടെ ഇല്ല, അതുകൊണ്ട് സ്വന്തം വായിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് അത് അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ ഇറച്ചിയും അതേപോലെ തന്നെ ഈ വെള്ളവുമെല്ലാം അവിടെ ചിതറിക്കിടന്നു, ഈ ലിംഗത്തിൻ്റെ ചുറ്റും ചിതറിക്കിടന്നു. സാധാരണ ദിവസവും പൂജ ചെയ്യാനായിട്ട് ഒരു ബ്രാഹ്മണൻ അവിടെ വരാറുണ്ട്. അയാളുടെ പേര് ശിവകോശൻ എന്ന ഭക്തബ്രാഹ്മണനാണ് അവിടെ നിത്യപൂജ ചെയ്തിരുന്നത്. അയാൾ വന്നപ്പോൾ മാംസാവശിഷ്ടങ്ങളും എല്ലുകളും അതേപോലെ ഈ വൃത്തികെട്ട അന്തരീക്ഷത്തിൽ ഇരിക്കുകയാണ് ശിവലിംഗം. ആ ശിവലിംഗത്തെ കണ്ട് അയാൾ വല്ലാതെ വേദനിച്ചു. അത് പതിവുപോലെ അയാൾ എന്നിട്ട് മാറ്റി. ഇങ്ങനെ പല ദിവസങ്ങളും അയാൾ മാറ്റുകയും ഇത് കാട്ടാളന്മാരാണ് ചെയ്തത് എന്ന് പറഞ്ഞ് കാട്ടാളന്മാരെ ശപിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രഭാതത്തിൽ പതിവ് പോലെ ശിവകോശൻ പൂജിക്കാനെത്തിയപ്പോൾ ശിവലിംഗത്തിന് ചുറ്റുമായി ഈറ്റ പറക്കുന്ന മാംസകഷ്ണങ്ങളെ കാക്കകളും കഴുകന്മാരും കൊത്തിവലിക്കുന്നതും നായ്ക്കൾ കടിച്ചു വലിക്കുന്നതും കണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടി. അദ്ദേഹം മാറത്തടിച്ച് വാവിട്ട് കരഞ്ഞു. ഈ ദേവസന്നിധിയിൽ ഒരു അറവശാലയാക്കി കാട്ടാളന്മാർ മാറ്റിയിരിക്കുന്നല്ലോ, ഇനി എനിക്ക് സഹിക്കാനാവില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യണമെന്ന് ആദ്യം വിചാരിച്ചു. എന്നാലും വീണ്ടും അയാൾ അത് എടുത്തു മാറ്റി വീണ്ടും തൻ്റേതായ രീതിയിൽ പൂജ തുടർന്നു. അന്ന് രാത്രി സ്വപ്നത്തിൽ ഭഗവാൻ ഈ ബ്രാഹ്മണൻ്റെ അടുത്തേക്ക് വന്നു. ആ രംഗം ഇവിടെ വർണ്ണിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ ശിവൻ ഈ ബ്രാഹ്മണനോട് പറയുകയാണ്, നിന്നേക്കാൾ എത്രയോ മടങ്ങ് ഭക്തിയാണ് ആ ശബരൻ എന്നോട്. അവൻ്റെ ശരീരത്തിലെ ഓരോ അണുവിലും നിഷ്കളങ്ക പ്രേമം നിറഞ്ഞിരിക്കുന്നു. എന്നെ പറ്റിയല്ലാതെ മറ്റൊരു ചിന്തയും അവനില്ല. എന്നുടെ ഉത്തമ ഭക്തനായ അവനേക്കാൾ പ്രിയനായി എനിക്ക് വേറെ ആരുമില്ല. ഇങ്ങനെ പറഞ്ഞ് ആ ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു. ബ്രാഹ്മണൻ അത്ഭുതത്തോടെ ഉണർന്നു. ഭഗവാന്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കർണപുടങ്ങളിൽ മുഴങ്ങി. ഭഗവാന്റെ കാരുണ്യമോത്ത് അദ്ദേഹം വിസ്മിതനായിത്തീർന്നു. പിന്നെ ഉറക്കം വന്നില്ല. അധികാലത്തെ പുഴയിൽ കുളിച്ചുകൊണ്ട് പരിസരശുദ്ധിയും പൂജയും ചെയ്ത ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെ അദ്ദേഹം അടുത്തുള്ള വടവൃക്ഷത്തിൽ കയറി ഒളിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ തിണ്ണൻ വരികയാണ്. കാളഹസ്തിയുടെ കരുണാമയനായ ഭഗവാൻ ശിവകോശന് തിണ്ണൻ്റെ ഭക്തി അറിയിക്കാൻ ആഗ്രഹിച്ച് തൻ്റെ ഇടത്തെ കണ്ണിൽ നിന്നും അപ്പോൾ രക്തമൊഴുക്കി തുടങ്ങി. തിണ്ണൻ വരുമ്പോൾ കാണുന്നത് ശിവലിംഗത്തിൽ നിന്ന് ഇടത്തെ കണ്ണിൽ നിന്ന് രക്തം ഒഴുകുന്നതാണ്. അദ്ദേഹം വളരെ വേദനിച്ചു. തിണ്ണൻ ഓടി എത്തി എന്താണ് പരിഹാരമെന്ന് ഒരുപാട് ആലോചിച്ചു. അവസാനം പരിഹാരമൊന്നും കാണുന്നില്ല. സ്വന്തം കണ്ണ് തന്നെ എടുത്ത് ശിവൻ്റെ കണ്ണുകൾ രക്തമൊഴുകുന്ന കണ്ണിൽ പതിച്ചപ്പോൾ അപ്പോൾ രക്തം പെട്ടെന്ന് നിന്നു. ആ രക്തവാർച്ച അതോടെ അവസാനിച്ചു. അപ്പോൾ സന്തോഷവാനായി തിണ്ണൻ. അത് കഴിഞ്ഞപ്പോൾ മറ്റേ കണ്ണിൽ നിന്നും രക്തമൊഴുകുന്നു. ഇത് കണ്ട് കൂടുതൽ വേദനിച്ച തിണ്ണൻ തൻ്റെ തന്നെ ശരീരത്തിലെ മറ്റേ കണ്ണും പിഴുതെടുക്കാൻ പോകുമ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ആ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്ന ചില വാക്കുകളുണ്ട്. അത്യധികം മധുരമായ സ്വരത്തിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നേത്രങ്ങളെ അർപ്പണം ചെയ്ത ഭക്ത, നിന്നെ ഞാൻ
ഏറ്റവും വലിയ ഭക്തകേസരിയാക്കി മാറ്റിയിരിക്കുന്നു. എൻ്റെ ശിരസിൽ പുഷ്പവൃഷ്ടി ചെരിയുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിൻ്റെ ഈ ഭക്തിയാണ് എന്ന് പറഞ്ഞിട്ട് തിണ്ണനെ രണ്ട് കണ്ണുകളുടെ കാഴ്ച മാത്രമല്ല, മൂന്നാമതൊരു കണ്ണും കൂടെ കൊടുത്തു എന്നാണ് ഇവിടെ ചേക്കിഴ പറയുന്നത്. അത് ജ്ഞാനദൃഷ്ടിയാണ്. ശിവൻ തന്നെ തൃക്കണ്ണ് തന്നെ ദാനം ചെയ്യാണ്. അത് ആ തൃക്കണ്ണ് പൂരിക മധ്യത്തിലുള്ള മൂന്നാമത്തെ കണ്ണ് അത് ജ്ഞാനദൃഷ്ടിയാണ്. ആ ജ്ഞാനദൃഷ്ടി തിണ്ണന് കൊടുത്തു. ദേവാദിദേവനായ ഭഗവാൻ അവനെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. വേദങ്ങളൊഴുകിയ ആ പവിത്രമായ അധരങ്ങളിൽ നിന്നും ഗംഭീര സ്വരത്തിൽ ഈ അമൃതവാണികൾ പുറപ്പെട്ടു. എല്ലാവരും എന്നോട് കാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നവരാണ്. നീ മാത്രമാണ് എനിക്ക് സ്വന്തം കണ്ണുകൾ നൽകിയത്. എന്നോടുള്ള ഭക്തി ഒരാളെ പരമപവിത്രനാക്കും. എന്നിൽ ഭക്തിയില്ലാത്തവന് സന്യാസം കൊണ്ട് പോലും ഒരു പ്രയോജനവുമില്ല. കണ്ണപ്പ, ഇനി ഒരിക്കലും എന്നെ പിരിയാതെ എൻ്റെ കൂടെ കൈലാസത്തിൽ വാഴുക ഇന്ന് അരുളി ചെയ്ത് ആ ഭക്തോത്തമനായ വേദനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോവുകയും ആ ഭക്തൻ്റെ പ്രതിമ ഈ ശിവലിംഗത്തിൻ്റെ വലതുഭാഗത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതാണ് ഇതിലെ കഥ. അപ്പോൾ ഈ കഥയിലൂടെ വ്യക്തമാകുന്നത് കണ്ണപ്പൻ എന്ന് ഭഗവാനാണ് വിളിച്ചത്. കണ്ണ് ദാനം ചെയ്തുകൊണ്ട് കണ്ണപ്പനായി. അതുപോലെ കാളഹസ്തി എന്ന പേര് വരാനും ഒരു കാരണമുണ്ട്. കാളെന്ന് വെച്ചാൽ സർപ്പം, ഹസ്തി ആന, പാമ്പ് തുടങ്ങിയ വന്യമൃഗങ്ങളാൽ എപ്പോഴും പൂജിക്കപ്പെടുന്നവനാണ് ഈ ദേവൻ. ഈ ദേവൻ്റെ അടുത്തേക്ക് എപ്പോഴും ആന, അതേപോലെ പാമ്പ് ഇതൊക്കെ വന്ന് പൂജകൾ നടത്തും. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് കാളഹസ്തി എന്ന പേര് വരാൻ കാരണം എന്ന് ഐതിഹ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതകരമായ ഒരു കഥയാണ് കണ്ണപ്പനിലൂടെ പെരിയ പുരാണ കർത്താവായ ചേക്കിഴ സ്വാമികൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ തീവ്രമായ ഭക്തി കൊണ്ട് ശിവനെ തന്നെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയും ശിവനോടൊത്ത് കൈലാസത്തിലേക്ക് പോവുകയും ശിവപ്രതിഷ്ഠയുടെ വലതുഭാഗത്ത് പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്ത ഒരു അനുഭവമാണ് ഈ കഥയിലൂടെ നാം കാണുന്നത്. ഓം ശിവായ നമഃ.